ഗുഡ് മോർണിംഗ്. നമ്മുടെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് സെറ്റ് ഓഫ് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് വർക്ക്ഔട്ട് ചെയ്തിരുന്നത്. അതിൽ 2 ചോദ്യങ്ങൾ കഴിഞ്ഞു. നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് എന്താണ്? 3-ാമത്തെ ചോദ്യമാണ് അല്ലെ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. From a rectangular sheet of paper, 2 squares are cut off as shown below. The area of remaining part is 27 square centimeters. What is the length of the shorter side of the rectangle? അല്ലെ, താഴെ എന്ത് തന്നിട്ടുണ്ട്? ഒരു ചതുരം തന്നിട്ടുണ്ട്. ആ ചതുരത്തിൽ നിന്ന് 2 സമചതുരങ്ങളെ വെട്ടിമാറ്റി അതോടെ കളറിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. ദ ഏരിയ ഓഫ് ദ റിമൈനിങ് പാർട്ട്, ബാക്കിയുള്ള ഭാഗത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാണ്? 27 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ വശത്തിന്റെ നീളം കണക്കാക്കുക. അതായത് വലിയ വശത്തിന്റെ നീളം ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 15 സെന്റിമീറ്റർ ആണ് അല്ലെ. ചെറിയ വശത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ പറഞ്ഞു ആണല്ലോ. ചെറിയ വശത്തിനെ നമുക്ക് അറിയാത്തതുകൊണ്ട് അതിന് എന്തായിട്ട് എടുക്കുക? എക്സ് ആയിട്ട് എടുക്കുക. അപ്പൊ ഇത് എന്ത് എക്സ് ആണ്, ഇത് എന്ത് എക്സ് ആണ്, ഇത് എന്ത് എക്സ് ആണ്, ഒക്കെ എക്സ് ആയിരിക്കും അല്ലെ. അപ്പൊ ഈ താഴെ കിടക്കുന്ന വശോ ഇത് എന്ത് വരിക മക്കളെ? എക്സ് തന്നെ വരിക. കാരണം ഇത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? സമചതുരം, സ്ക്വയർ ആണ് അല്ലെ. സ്ക്വയർ ആയതുകൊണ്ട് അതിന്റെ എല്ലാ വശങ്ങളും എന്താണ്? തുല്യമാണ്. ഓക്കെ. അപ്പൊ ഈ റിമൈനിങ് പാർട്ടിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നോക്കിയേ. നമുക്ക് ഒരു സൈഡ് എന്താണ്? എക്സ് ആണെന്ന് കിട്ടി. അപ്പൊ ഈ കഷ്ണം ഉണ്ടല്ലോ, ഈ വലിയ കഷ്ണം ലെങ്ത്, അതെന്താ വരിക? ടോട്ടൽ 15 ആണ്. 15 മൈനസ് ഇവിടെ ഒരു എക്സ്, ഇവിടെ ഒരു എക്സ്. അപ്പൊ എത്ര എക്സ് ആണ്? 2x. അപ്പൊ 15 മൈനസ് 2x എഴുതാം. ഓക്കെ. ഇനി നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് എഴുതി പോവാം. അപ്പൊ ലെങ്ത് നമ്മൾ എടുത്തു. ലെങ്ത് എത്രയാണ്? 15 മൈനസ് 2x ആണ് അല്ലെ. ഇനി ബ്രെഡ്ത്തും നമ്മൾ എടുത്തു, എക്സ് ആണ്. ഏരിയ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 27 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലെ. ദെൻ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വരിക ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലെ. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു 15 മൈനസ് 2x ഈക്വൽ ടു എത്രയാണ്? 27 നമുക്ക് എഴുതിക്കൂടെ? ഓക്കെ. ഇനി ഇതിനുള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15 ഇൻറ്റു എക്സ് അല്ലെങ്കിൽ എക്സ് ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ 15x ആണ്. മൈനസ് 2x ഇൻറ്റു എക്സ്, 2x ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 2x സ്ക്വയർ ആണ്. ഈക്വൽ ടു 27 എഴുതാം. ഓക്കെ. ഇനി ഈ പ്രാവശ്യം നമ്മൾ ചേഞ്ചിന് വേണ്ടിയിട്ട് ഈ ലെഫ്റ്റ് സൈഡിലുള്ളവരൊക്കെ എങ്ങോട്ട് കൊണ്ടുപോവാണ്? റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ. അവിടെ ഓൾറെഡി ആരുണ്ട്? 27 കിടക്കുന്നുണ്ട്. ഓക്കെ. ഇവിടെയുള്ള ഈ മൈനസ് 2x സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 2x സ്ക്വയർ ആവും ആവൂലേ. ഇനി ഇവിടെ പ്ലസ് 15x അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 15x ആവും. ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. ഓക്കെ. ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യണം നമുക്ക്. ആദ്യം എനിക്ക് എക്സ് സ്ക്വയറിന്റെ ടേം വേണം. അപ്പൊ 2x സ്ക്വയർ ആദ്യം എഴുതി. പിന്നെ എനിക്ക് എക്സിന്റെ ടേം വേണം, മൈനസ് 15x എഴുതി. ഓക്കെ. ഇനി പ്ലസ് ഒരു 27 കൂടി ഉണ്ട്. ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 0 എന്ന് എഴുതാലോ. ഇനി നോക്കുക, ഇത് നമ്മളുടെ ഏത് ഫോമിലേക്ക് എത്തിയെന്ന് പറയും. നമ്മുടെ നേരത്തെ ഫോം ഏതാ? ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 അല്ലെ. ഇതിന്ന് a എഴുതാം. a എന്താ വരിക? a is equal to 2 ആണ്. b is equal to മൈനസ് 15 ആണ്. c is equal to 27 ആണ്. എയും ബിയും സിയും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ഇക്വേഷൻ എഴുതിയിട്ട് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ? എന്താ നമ്മുടെ ഇക്വേഷൻ? നമ്മുടെ ഇക്വേഷൻ നമ്മളിപ്പോൾ ഏകദേശം കാണാപ്പാടം പഠിച്ചിട്ടുണ്ട്. ഏതാ നമ്മുടെ ഇക്വേഷൻ? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് 4 മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a അല്ലെ. ഇനി മൈനസ് ബി ഏതാ? ബി 15 മൈനസ് 15 ആണ്. അപ്പൊ മൈനസ് ബി എന്ന് പറഞ്ഞാല് മൈനസ് 15 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. അഗെയിൻ മൈനസ് 15 എന്ത് വരും? സ്ക്വയർ വരും. ഓക്കെ. മൈനസ് ഇനി 4ac എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 2 ആണ്, സി എന്ന് പറഞ്ഞാൽ 27 ആണ്. 2 ഇൻറ്റു 27 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു. ഓക്കെ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? മൈനസ് 15 ആണ്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 15 സ്ക്വയർ 225 ആണ്. മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു 27. 2 ഇൻറ്റു 27 എന്ന് പറയുന്നത് എത്രയാ? 54 ആണ്. 54 ഇൻറ്റു 4. 54 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 54 108 ആണ്. 108 108 2
16 അല്ലേ, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 എത്രയാണ് മക്കളെ? 4 ആണ്. ഓക്കെ ആണല്ലോ. സോ വിച്ച് ഇസ് ഈക്വൽ ടു 15 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 225 നിന്ന് 216 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 9 ആണ്. 9/4. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 15 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 9 എത്രയാണ്? 3 ആണ്. 3/4. ഓക്കെ, ഇനി ഇതിനെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരിക? 15 പ്ലസ് 3/4 or 15 minus 3/4. ഓക്കെ, 15 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 ആണ്. 18/4. 18/4 നമുക്ക് ചെറുതാക്കി കൂടെ? 9/2 എന്ന് എഴുതാം. ഓക്കെ, സോ എക്സ് ഇസ് ഈക്വൽ ടു 9/2. ഇവിടെ അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12/4 എന്ന് പറയുമ്പോൾ എത്ര വരും? 3 വരും. സോ എക്സ് ഇസ് ഈക്വൽ ടു 3. എത്ര കിട്ടി? നമ്മുടെ ആൻസർ കിട്ടി. എക്സ് ഈക്വൽ ടു 9/2, എക്സ് ഇസ് ഈക്വൽ ടു 3. അതായത് നമ്മൾക്ക് ഷോർട്ടർ സൈഡിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലെ? 9/2 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും. 9/2 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 4.5 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ദിസ് ഈസ് ദി ആൻസർ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, then we are moving to the next question. എന്താണ്? How many terms of the arithmetic sequence 1, 5, 9, etc. starting from the first are to be added to get 91? നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ളൊരു പ്രോബ്ലം ആണ് അല്ലെ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഏതാണ്? 1, 5, 9 എക്സെട്ര എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഈ സീക്വൻസിലുള്ള എത്രയോ കുറച്ച് ടേംസ് ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 91 കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര ടേംസ് ആഡ് ചെയ്തപ്പോഴാണ് 91 കിട്ടിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? ഫസ്റ്റ് ഒരു സീക്വൻസ് വന്നു കഴിഞ്ഞാല് നമുക്ക് ആദ്യം അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം വേണ്ടേ? ആദ്യം ഫസ്റ്റ് ടേം എത്ര വരിക? 1 വരിക. കോമൺ ഡിഫറൻസ് എത്ര വരിക? പറയും. 4 ആണ് വരിക അല്ലെ? ഇനി സം ഇവിടെ തന്നിട്ടുണ്ട്, അതായത് എസ് എൻ അല്ലെങ്കിൽ സം ടു എൻ ടേംസ് എത്രയാണ്? 91 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എന്നിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എത്ര ടേംസ് കൂട്ടിയപ്പോഴാണ് 91 ആയത് എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ എന്നിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും 3 എണ്ണം തന്നിട്ട് 4ാമത്തെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ എസ് എൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എസ് എൻ ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ ചിലരൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ചിലർ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പ്രോബ്ലം ചെയ്യാൻ ഈ ഇക്വേഷൻ ആണ് ഏറ്റവും ബെറ്റർ. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ പഠിച്ചിട്ട് പോവാം. n/2 ഇൻറ്റു 2a. 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു a എത്രയാണ്? അല്ലെങ്കിൽ a എന്ന് പറയുന്നതും x1 എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്? സെയിം ആണ് കേട്ടോ. ഓക്കെ, a എന്ന് പറയുന്നത് x1 ഫസ്റ്റ് ടേം ആണ്. എത്രയാണ്? 1 അല്ലെ? പ്ലസ് n-1. n-1 അങ്ങനെ തന്നെ ഇട്ടു. ഇൻറ്റു d എത്രയാണ്? 4 ആണ്. ഈക്വൽ ടു എത്രയാണ് മക്കളെ? സം നമുക്കറിയാം 91 ആണ് അല്ലേ? ഓക്കെ, ഇനി n/2 ഇൻറ്റു 2 ഇൻറ്റു 1 2 ആണ്. പ്ലസ് ഇനി ഇതിനുള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 ഇൻറ്റു n 4n ആണ്. മൈനസ് 1 ഇൻറ്റു 4 4 ആണ്. ഈക്വൽ ടു 91 എഴുതാം. ഓക്കെ, ഇനി n/2 ഇൻറ്റു 4n ഞാൻ ആദ്യം എഴുതി. ഇനി ഇവിടെ 2 മൈനസ് 4. 2 മൈനസ് 4 എന്ന് പറഞ്ഞാൽ -2 ആണ്. ഈക്വൽ ടു 91. ഓക്കെ, ഇനി n/2 ഇൻറ്റു ഈ രണ്ട് ടേംസിലും ആരുണ്ട്? 2 എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പൊ ആ 2നെ ഞാൻ ഔട്ട് സൈഡ് എടുത്തപ്പോൾ 4n എന്നതിൽ നിന്ന് 2 പോന്നു കഴിഞ്ഞാൽ അവിടെ 2n ബാലൻസ് ഉണ്ടാവും. മൈനസ് 2ൽ നിന്ന് 2 പോന്നു കഴിഞ്ഞാൽ അവിടെ ആരുണ്ടാവും? 1 ഉണ്ടാവും. അത് 2ൽ നിന്ന് 2 പോന്നു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. 1 ഇൻറ്റു 2 ആണ് എന്ത്? 2. ഈ 2ൽ നിന്ന് പുറത്തേക്കൂടെ പോന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരുണ്ടാവും? 1 ഉണ്ടാവൂലേ? ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈക്വൽ ടു 91. ഈ 2നെയും നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്തൂടെ മക്കളെ? പിന്നെ അവിടെ ആര് മാത്രം ഉണ്ടാവുക? n ഇൻറ്റു 2n മൈനസ് 1 ഇസ് ഈക്വൽ ടു 91 മാത്രമേ ഉണ്ടാവുക അല്ലേ? ഇനി ഇതിനുള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ വരിക നോക്കുക? n ഇൻറ്റു 2n മൈനസ് 1 ഈക്വൽ ടു 91 അല്ലെ? n ഇൻറ്റു 2n എന്ന് പറഞ്ഞാൽ 2n സ്ക്വയർ മൈനസ് n ഇൻറ്റു 1 n ആണ്. ഈക്വൽ ടു 91 ആണ്. 91നെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഈക്വൽ ടു 0 ആവുള്ളൂ അല്ലെ?
അപ്പോൾ 2n സ്ക്വയർ മൈനസ് n മൈനസ് 91 ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഞാൻ വെറുതെ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്നൊന്നും ഞാൻ എഴുതുന്നില്ല. a എത്രയാണ് വരിക? 2 ആണ് അല്ലേ? b എത്രയാണ് വരിക? -1 ആണ്. c എത്രയാണ് വരിക? -91 ആണ് അല്ലേ? സോ x is equal to minus b plus or minus root of b square minus 4ac divided by 2a equal to -1 അല്ലേ? ഇവിടെയും മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്. അപ്പോൾ -1 plus or minus root of b square -1ന്റെ സ്ക്വയർ മൈനസ് 4 into a എന്ന് പറഞ്ഞ 2 ആണ്, c എന്ന് പറയുന്നത് -91 ആണ് ആണല്ലോ, divided by 2a 2 into 2. So minus 1 ആണ്, plus or minus root of -1ന്റെ സ്ക്വയർ 1 ആണ് ആണല്ലോ. ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, രണ്ട് മൈനസും കൂടി പ്ലസ് ആയി. 4 into 2 എന്ന് പറയുന്നത് 8 ആണ്. 8 into 91 എത്ര വരിക? 91 into 0 അല്ലേ? 91 into 1 into 8 8 9 into 8 72 അല്ലേ? 728 ആണ്. ഡിവൈഡഡ് ബൈ 2 into 2 എത്രയാണ്? 4 ആണ്. ഓക്കെ, സോ is equal to 1 plus or minus root of 729 divided by 4 എന്ന് എഴുതാം. എഴുതിക്കൂടെ? It is equal to 1 plus or minus 729ന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 27 ആണ്. 27 by 4 എന്ന് എഴുതാം. എഴുതിക്കൂടെ? നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? 1 plus 27 by 4ഉം or 1 minus 27 by 4. 1 plus 27 28 ആണ്. 28 by 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 7 വരും. സോ n is equal to എത്രയാണ്? 7 ആണ്. ഇനി 1 minus 27 എന്ന് പറഞ്ഞാൽ -26 ആണ്. -26 by 4 എന്ന് പറയുമ്പോൾ എത്ര വരിക? നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. -13 by 2 എന്ന് എഴുതാം. പക്ഷെ മൈനസ് ഒരിക്കലും എന്നിന്റെ വാല്യൂ വരില്ല. നമ്പർ ഓഫ് ടേംസ് എപ്പോഴും എന്തേ വരുള്ളൂ? പോസിറ്റീവേ വരുള്ളൂ. സോ നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ് മക്കളെ വരിക? n is equal to 7. സോറി, എന്താണ്? n is equal to 7. അപ്പോ ആദ്യത്തെ 7 ടേംസ് കൂട്ടിയാലാണ് നമുക്ക് എത്ര കിട്ടുക? 91 എന്ന് പറയുന്ന സം കിട്ടുക. ഓക്കെ ആണല്ലോ? മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ അങ്ങനെ നമ്മുടെ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് വായിച്ചിട്ട് അതിന്റെ ആൻസർ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ അതാണ്. A rectangle is to be made by bending a 28 cm long rod. Can a rectangle of diagonal 8 cm be made? How about a rectangle of diagonal 10 cm and a rectangle of diagonal 14 cm? Calculate the length of the sides of those rectangles which can be made as above. അല്ലേ? അതായത് ഒരു 28 സെന്റിമീറ്റർ നീളമുള്ള ഒരു കയർ. ഓക്കെ, ഒരു കയറുണ്ട്. ആ കയർ കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കുകയാണ്? ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ റെക്റ്റാങ്കിളിന്റെ ഡയഗണലിന്റെ ലെങ്ത് 8 സെന്റിമീറ്റർ ആവുമോ? ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? 14 സെന്റിമീറ്റർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇങ്ങനെ 3 രീതിയിൽ അതിന്റെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. പെരിമീറ്റർ 42 സെന്റിമീറ്റർ ആൻഡ് ഡയഗണല് എത്രയാണ്? 15 സെന്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രോബ്ലം നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ ഒരു 28 സെന്റിമീറ്റർ നീളമുള്ള ഒരു കയർ കൊണ്ടാണ് നമ്മൾ ഈ റെക്റ്റാങ്കിൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആ 28 സെന്റിമീറ്റർ നീളമുള്ള കയറാണെന്നുണ്ടെങ്കിൽ അതിന്റെ പെരിമീറ്റർ ആണ് ഈ 28 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പെരിമീറ്റർ 28 സെന്റിമീറ്റർ ആണെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2 into L plus B ആണ്. 2 into L plus B is equal to 28 എന്ന് എഴുതാം. എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ L plus B എത്ര ആയിരിക്കും വരിക? 28 divided by 2 അല്ലെ? ഈ into 2 എവിടെന്നെങ്കിലും വരുമ്പോൾ എന്താവും? by 2 ആയിട്ട് മാറും. സോ L plus B is equal to നമുക്ക് എന്ത് എഴുതാം? 14 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് ലെങ്തിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? x ആയിട്ട് എടുക്കാം.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് എന്ത് വരും? 14 മൈനസ് എക്സ് വരും. അപ്പൊ എക്സ് നമ്മൾ ലെങ്ത് ആയിട്ട് എടുത്തു, ബ്രെഡ്ത്ത് 14 മൈനസ് എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് 3 രീതിയിലാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോ ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇവിടെ ലെങ്ത് നമ്മൾ എന്തായിട്ട് എടുക്കുക? എക്സ് ആയിട്ട് എടുത്തു. ബ്രെഡ്ത്ത് നമ്മൾ 14 മൈനസ് എക്സ് ആയിട്ട് എടുത്തു അല്ലെ? ഇനി നോക്കിക്കോ, ഇവിടെ നമുക്ക് 8 വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഓക്കെ, അല്ലെങ്കിൽ 10 വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇതോ അല്ലെങ്കിൽ 14 വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഡയഗണലിന്റെ ലെങ്ത്തിന് മാത്രമേ ചേഞ്ച് വരുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ എക്സും 14 മൈനസ് എക്സും തന്നെയാണ് വരിക. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കിടക്കുന്നത് ലെങ്ത് നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ടാണ് നേരത്തെ എടുത്ത് അല്ലെ? അതേപോലെ തന്നെ ബ്രെഡ്ത്ത് നമ്മൾ 14 മൈനസ് എക്സ് ആയിട്ട് എടുത്തു. ഫസ്റ്റത്തേൽ നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? 8 സെന്റിമീറ്റർ വരുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുമോ? 8 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, നമുക്കറിയാം. അറിയില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റൈറ്റ് ട്രയാങ്കിളിൽ എന്ത് ഉപയോഗിക്കാം? പൈതഗോറസ് തിയറം ഉപയോഗിക്കാൻ പറ്റുമല്ലോ. ബൈ എന്ത് എഴുതാം? ബൈ പൈതഗോറസ് തിയറം. എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അല്ലെ? ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എന്താണ്? 14 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 സ്ക്വയർ എന്ന് വരും അല്ലേ? ഓക്കെ ആണല്ലോ. ദെൻ എക്സ് സ്ക്വയറിനെ ഞാൻ എന്ത് ചെയ്തു? അങ്ങനെ തന്നെ ഇട്ടു, എക്സ് സ്ക്വയറിനെ ഇട്ടു. ഈ 14 മൈനസ് എക്സ് അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു 14 മൈനസ് എക്സ് കിടക്കുന്നത്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ് കിടക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ? എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ അല്ലെ? ഇതാണ് അതിന്റെ എക്സ്പാൻഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണല്ലോ. അതുപോലെ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതുക? എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 സ്ക്വയർ അല്ലെ? മൈനസ് 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 14 ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 64 എഴുതാം. ഓക്കെ ആണല്ലോ. ഇവിടെ ഒരു എക്സ് സ്ക്വയർ, ഇവിടെ ഒരു എക്സ് സ്ക്വയർ അല്ലെ? ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പൊ എത്ര എക്സ് സ്ക്വയർ ആയി? 2 എക്സ് സ്ക്വയർ ആയി പ്ലസ് 14 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 196 ആണ്. എത്ര വരിക? 196 മൈനസ് 2 ഇൻറ്റു 14 ഇൻറ്റു എക്സ്. എന്താ 2 ഇൻറ്റു 14 ഇൻറ്റു എക്സ്? 28 എക്സ് ആണ് വരിക ഈക്വൽ ടു 64 എഴുതാം. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു? 2 എക്സ് സ്ക്വയറിനെ അങ്ങനെ തന്നെ എഴുതി, പിന്നെ മൈനസ് 28 എക്സ് എഴുതി. ആദ്യം എക്സ് സ്ക്വയറിന്റെ ടേം, പിന്നെ എക്സിന്റെ ടേം പ്ലസ് 196 ഈക്വൽ ടു 64 എഴുതി. ഓക്കെ, ഇനി ഈ 64 അവിടുന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഉള്ള ഈക്വൽ ടുവിന്റെ ഈ സൈഡിൽ നിന്ന് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 2x സ്ക്വയർ മൈനസ് 28x പ്ലസ് 196 മൈനസ് 64 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2x സ്ക്വയർ മൈനസ് 28x 96 64 മൈനസ് ചെയ്യാം. അപ്പൊ എത്ര വരിക? പ്ലസ് എത്ര വരും? 132 വരും ഈക്വൽ ടു 0 എന്ന് എഴുതാം. ശരി കൂടെ? ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ആളാണ് ആര്? 2 എന്ന് പറയുന്ന ആള്. അപ്പൊ നമുക്കിവിടെ എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 132ന്റെ പകുതി എന്ന് പറഞ്ഞ എത്ര വരിക? 66 ആണ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോ എന്തുകൊണ്ട്? ഡിവൈഡിങ് ബൈ 2 ആണ് ചെയ്തത്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? സ്ക്വയർ കംപ്ലീഷൻ വെച്ചിട്ട് ചെയ്യാം. നമുക്ക് അങ്ങനെ ചെയ്യാം, അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു അല്ലെ? എക്സ് സ്ക്വയർ മൈനസ് 14x അതിന് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ചെയ്തേക്കാം. ഈക്വൽ ടു മൈനസ് 66 സ്ക്വയർ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഇനി
എയും ബിയും സി എടുത്ത് എഴുതാം അല്ലേ. ഇത് ഏത് ഫോമിലാണ്? ഇവിടെ എ എത്ര വരിക? A1 ആണ്, ബി -14 ആണ്, സി എന്ന് പറയുന്നത് 66 ആണ് അല്ലേ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഏതാ നമ്മുടെ ഇക്വേഷൻ? ഇക്വേഷൻ എഴുതാം. x is equal to minus b plus or minus root of b square minus 4ac by 2a അല്ലേ. minus minus 14 minus minus 14 plus or minus root of b square എന്ന് പറഞ്ഞാൽ minus 14 സ്ക്വയർ minus 4 into 1 into 66 all divided by 2a 2 into 1 which is equal to 14 plus or minus root of minus 14 square 196 ആണ് minus 66 into 4 എത്ര 66 into 4 വരിക? നമുക്കിവിടെ ചെയ്ത് നോക്കാം. 66 into 4 4 into 6 24 4 ബാക്കി 2 then 4 into 6 again 24 plus 2 26 അല്ലേ. എത്ര കിട്ടും? 264 വരും divided by 2 into 1 2 so 14 plus or minus root of എത്ര വരിക? മൈനസ് വരില്ലേ? 196 minus 264 എന്ത് മൈനസ് ചെയ്താൽ മതി? 196 മൈനസ് ചെയ്താൽ മതി അല്ലേ. 8 6 14 10 6 16 അല്ലെ 68 അല്ലേ വരിക? യെസ് -68 സോ -68 ആണ് വരിക. -68 ഡിവൈഡ് ബൈ 2 എന്ന് വന്നില്ലേ. നെഗറ്റീവ് നമ്പേഴ്സിന് നമ്മൾ എന്ത് പഠിച്ചിട്ടില്ല? റൂട്ട് പഠിച്ചിട്ടില്ല. നെഗറ്റീവ് നമ്പേഴ്സിന് നമ്മൾ എന്ത് പഠിച്ചിട്ടില്ല? റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക നമുക്ക് അറിയില്ല. സോ നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പൊ 8 സെന്റിമീറ്റർ ഡയഗണൽ വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാനായിട്ട് പറ്റൂല. ഇതാണ് നമുക്ക് സബ് ക്വസ്റ്റ്യൻ എയിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? 10 സെന്റിമീറ്ററിലാണ് കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ലെങ്ത് എക്സ് ആയിട്ട് എടുത്തു, ഇവിടെ അടുത്ത് 14 മൈനസ് എക്സ് ആയിട്ട് എടുത്തു, ഡയഗണൽ 10 സെന്റിമീറ്റർ ആയിട്ട് കൊടുത്തു. ഓക്കെ, നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 14 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 സ്ക്വയർ അല്ലേ. സോ എക്സ് സ്ക്വയർ അങ്ങനെ തന്നെ ഇട്ടു പ്ലസ് 14 സ്ക്വയർ മൈനസ് 28x പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 ആണല്ലോ. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അത്ര സ്പീഡിൽ പറയുന്നത്. എക്സ് സ്ക്വയറും 2x സ്ക്വയർ പ്ലസ് 196 മൈനസ് 28x ഇസ് ഈക്വൽ ടു 100 അല്ലേ. ഇനി 2x സ്ക്വയർ minus 28x plus 196 minus 100 equal to 0. Okay, then 2x square minus 28x plus 196 എന്ന് 100 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 96 മാത്രമേ ഉണ്ടാവുള്ളൂ. ഈക്വൽ ടു നമുക്ക് 0 കൊടുക്കാം. ഇതിനെ എല്ലാത്തിനെയും നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 48 ഈക്വൽ ടു 0 വരും വരില്ലേ. നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ തന്നെ ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 14x ഇസ് ഈക്വൽ ടു -48 വരില്ലേ. ഈ പ്ലസ് 48 പുറത്തേക്ക് വരുമ്പോൾ ഇനി എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 14 പകുതി എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ 7 സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്യാം. ഓക്കെ, 7 സ്ക്വയർ നമ്മൾ രണ്ട് സൈഡിലും ആഡ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് എക്സ് മൈനസ് 7 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റില്ലേ. എക്സ് മൈനസ് 7 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു -48 പ്ലസ് 49. സോ എക്സ് മൈനസ് 7 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര വരിക? 1 വരും. സോ എക്സ് മൈനസ് 7 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1. എക്സ് മൈനസ് 7 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ഓക്കെ, എക്സ് മൈനസ് 7 ഇസ് ഈക്വൽ ടു പ്ലസ് 1 or x minus 1 is equal to -7. രണ്ടെണ്ണാക്കിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. then x is equal to 1 plus 7. so x is equal to 8. x ന്റെ വാല്യൂ എന്താ വരിക? 8 വരും
അതുപോലെ തന്നെ x is equal to -7 plus 1. So, sorry, x minus 7 is equal to, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. x minus 7 is equal to -1 ആണ് വരിക. ഓക്കെ, x is equal to -1 plus 7 വരും. x is equal to 6 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, നമുക്കതിനെ രണ്ട് ലെങ്ത്തും ബ്രെഡ്ത്തും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വെക്കണം. സോ നോക്കാം, ഇവിടെ നമുക്ക് x is equal to എന്ത് കിട്ടി? 8 കിട്ടി. സോ ലെങ്ത് is equal to 8 ആണ്. ദെൻ ബ്രെഡ്ത്ത് is equal to എത്ര വരിക? 14 minus 8 is equal to 6 വരും. അപ്പോൾ ലെങ്ത് 8 സെന്റിമീറ്റർ വന്നു കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. ഇനി x is equal to 6 സെന്റിമീറ്റർ വന്നു കഴിഞ്ഞാലോ ലെങ്ത് is equal to 6 സെന്റിമീറ്ററും വരും. ബ്രെഡ്ത്ത് is equal to 14 minus 6 എത്ര വരിക? 8 സെന്റിമീറ്റർ അവിടെയും വരും. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മളുടെ ആൻസേഴ്സ്. അതായത് ബി ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ഒരെണ്ണം കൂടി വരുന്നുണ്ട്. എങ്ങനെയാണ്? ലെങ്ത് എക്സ്, ബ്രെഡ്ത്ത് 14 മൈനസ് എക്സ്, ദെൻ ഡയഗണൽ എത്ര വരിക? 14 സെന്റിമീറ്റർ അല്ലേ? ഇതും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ? സോ നോക്കാം, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് 14 minus x whole square is equal to 14 square വരും അല്ലേ? So x square plus 14 square minus 28x plus square is equal to 14 square അല്ലേ? ഇതിലും 14 square ഇവിടെയും 14 square ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സോ 2x square minus 28x is equal to 0 എന്ന് വരും. ഇനി x square minus 14x is equal to 0 വരും. ഓക്കെ, ഇതിൽ രണ്ടിലും x കോമൺ ആണ്. ആയതുകൊണ്ട് ആ x നമുക്ക് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ x ഇൻറ്റു എന്ത് വരും? x minus 14 is equal to എന്ത് വരും? 0 എന്ന് വരും. ഓക്കെ, ദെൻ ഒന്നുകിൽ x is equal to 0 ആവണം, അല്ലെങ്കിൽ x is equal to x minus 14 is equal to 0 ആവണം. ഓക്കെ, x is equal to 0 ഒരിക്കലും ആകാൻ പറ്റില്ലല്ലോ. x minus 14 0 ആയി കഴിഞ്ഞാൽ x equal to 14 ആവണം. ഓക്കെ, അത് രണ്ടും പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഈ മൂന്നാമത്തതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ നമുക്ക് റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്ക് ആകെ പറ്റുന്നത് എന്ത് മാത്രമാണ്? 10 സെന്റിമീറ്റർ ഡയഗണൽ വരുന്ന രീതിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ദി ആൻസർ ആൻഡ് നമ്മളുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം.